ഹായ് ഗായ്സ്, ഇന്ന് ഞണ്ട് കറിയായത് എങ്ങനെയാണെന്ന് അറിയണ്ടേ? കടന്നു വരൂ. എമണ്ടൻ ഞണ്ടുകളെ സ്വപ്നം കണ്ടിരുന്ന എനിക്ക് കിട്ടിയത് ഇമ്പ്രിക്ക ഞണ്ടുകൾ. മരുഭൂമിയിൽ പെയ്ത ചാറ്റൽ മഴ പോലെ ഇമ്പ്രിക്ക എന്ന് പറഞ്ഞ് നുള്ളിപ്പറിച്ച് വൃത്തിയാക്കി. കറിയാകാൻ റെഡിയായത് സവാള, കൊച്ചുള്ളി, പച്ചമുളക്, തക്കാളി, ഇഞ്ചിയും വെളുത്തുള്ളിയും. എന്നാ പിന്നെ ചട്ടി ചൂടാവട്ടെ. ചൂടാകാതെ മാഷെന്ന് പറഞ്ഞ് വെളിച്ചെണ്ണ എത്തി. എണ്ണയ്ക്ക് കൂട്ടായി കടുകും വറ്റൽമുളകും കുരുവിന അരിഞ്ഞ ഇഞ്ചി, വെളുത്തുള്ളി, ഒപ്പം കരിയാപ്പും. മടിച്ചു നീക്കാതെ ഉപ്പിൽ വഴണ്ട ഉള്ളിയും പച്ചമുളകിനൊപ്പം ചതച്ച ഇഞ്ചിയും വെളുത്തുള്ളി. വീണ്ടും നിങ്ങൾ എന്താ ഇവിടെ എന്ന് ഇഞ്ചിയോടും വെളുത്തുള്ളിയോടും ചോദിച്ചാൽ വയറ്റിലുണ്ടാവുന്ന വിസ്ഫോടനങ്ങൾക്ക് കടിഞ്ഞാണിടാനാണ് ഞങ്ങൾ എത്തിയതെന്ന് മറുപടിയും. ആയിക്കോട്ടെ എന്ന് ഞാനും. ഇവിടെ കൂട്ടത്തിൽ വന്ന തക്കാളിയെ നിങ്ങൾ കണ്ടല്ലോ അല്ലേ? എല്ലാരും വഴണ്ട് കഴിയുമ്പോഴത്തേനും പൊടികളുടെ വരവാവും. മഞ്ഞപ്പൊടി, കുരുമുളക് പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, മസാലപ്പൊടി. പൊടികളെല്ലാം പൊടിച്ച് വഴണ്ട് കഴിയുമ്പോൾ ആട്ടവും പാട്ടവും ആരംഭിക്കട്ടെ എന്ന് പറഞ്ഞ് ഞണ്ടും എത്തി. എന്നാ പിന്നെ കുറച്ചു നേരം അവർ ആടട്ടെ അല്ലേ? നന്നായി ഇളക്കി ഒന്ന് അടച്ചു വെക്കാം. ചൂടൻ ചട്ടിയുടെ ആഘാതത്തിൽ ഞണ്ടിൽ നിന്ന് നീരൊഴുക്കായി. നീരെല്ലാം വന്നു കഴിഞ്ഞാൽ ഇനിയിപ്പൊ തേങ്ങാപ്പാലാകാം. അതെന്തിനെന്ന് ചോദിച്ചാൽ മറ്റേ വിസ്ഫോടനം ഇല്ലേ, അതിന് മുൻകരുതൽ തന്നെ. ചട്ടിയും ഞണ്ട് ഒന്നാകാതെ ഇടങ്കോലിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടേയിരിക്കണം. പാകമായി കരിവേപ്പും മല്ലിയില എത്തുന്നതോടെ ഞണ്ട് കറി റെഡി. കൊള്ളാമെന്ന് പറയണേ. ബൈ ബൈ.